ഹലോ നമസ്കാരം, ഹോലാവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എഞ്ചിനീയറിംഗ് ഇൻ ഓസ്ട്രേലിയയിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വരുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എങ്ങനെ പി ആർ നേടാം, ഏതൊക്കെ ടൈപ്പ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഏതായിരിക്കും നമുക്ക് പഠിക്കാൻ ഏറ്റവും യോജിച്ചത്, ജോബ് ഓപ്പർച്യൂണിറ്റി, സാലറി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി പരിശോധിക്കാം. വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ 6 ഡിഫറൻറ്റ് എഞ്ചിനീയറിംഗ് മേഖലകളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിൻ്റെ സബ് ബ്രാഞ്ചസും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറഞ്ഞു പോകാം. 6ാമത്തേത് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, റിന്യൂവബിൾ എനർജി മാനേജ്മെൻറ്റ് തുടങ്ങിയ മേഖലകളാണ്. ഇത് 6ാമത്തെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റാണ്. കാരണം ഇത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം കുറവാണ്, കൂടി വരികയാണ്, വളരെ സ്പീഡിൽ കൂടി വരുന്ന ഒരു മേഖലയാണ്. അപ്പം റിന്യൂവബിൾ എൻവയോൺമെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർ തീർച്ചയായും എടുക്കുക. ഇവിടെ നമ്മൾ കണ്ടുവരുന്നൊരു കാഴ്ച, സാലറി നല്ലപോലെ ലഭിക്കുന്നുണ്ട്. ആൻഡ് ഫീമെയിൽസിന് ജോബ് കൂടുതലും, അവർക്ക് സാലറി ആവറേജ് കൂടുതലും വരുന്നതായിട്ട് പല ഡേറ്റകളിലും കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം, കമ്മ്യൂണിക്കേഷൻ നന്നായി വേണ്ടതാണ്. അതുപോലെ ബ്യൂറോക്രാറ്റിക് പ്രോസസ്സ് ഇൻവോൾവ് ആണ്. കൂടുതലും എൻവയോൺമെൻറ്റൽ ജോബ്സൊക്കെ ഗവൺമെൻറ് റെഗുലേഷൻസുമായിട്ട് റിലേറ്റഡ്. അപ്പോൾ നല്ല ക്ഷമയോടെ ഫോളോ അപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നവർക്കാണ് ഈ ജോബ് ഏറ്റവും നല്ലത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഫീമെയിൽസ് ഈ ഒരു മേഖലയിൽ കൂടുതൽ തിളങ്ങുന്നു. ദേ ആർ ഔട്ട് ഷൈനിങ് മെൻ, ഗെറ്റിംഗ് മോർ സാലറി ആസ് വെൽ. 5ാം സ്ഥാനത്ത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. നമ്മുടെ നാട്ടിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനൊക്കെ പഠിച്ചവർ ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രോണിക്സ് ചെയ്യാനും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ കാണും. അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കോമ്പറ്റീഷനും അതുപോലെ ഉണ്ട്. അടുത്തത് മൈനിങ് എഞ്ചിനീയറിംഗ്. മൈനിങ് ഓസ്ട്രേലിയയിലെ എക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു വലിയ സെക്ടറാണ്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്തിന് ചുറ്റിപ്പറ്റിയാണ് ഏറ്റവും കൂടുതൽ മൈനിങ് ഓസ്ട്രേലിയയിലുള്ളത്. ഈ മൈനിങ്ങിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും അത് പഠിക്കുന്നവരുടെ എണ്ണവും കുറവാണ്. അപ്പോൾ ലെസ് കോമ്പറ്റീഷൻ എന്നുള്ളത് കൊണ്ടാണ് മൈനിങ് എഞ്ചിനീയറിംഗ് ഒത്തിരി നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മൈനിങ് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായും മൈനിങ് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം സാലറി വളരെ കൂടുതലാണ്. ലൈഫ് സ്റ്റൈൽ അല്പം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഫിഫോ രീതിയിലൊക്കെയുള്ള വർക്ക് സ്ട്രക്ചറാണ്. നമ്മൾ കുറച്ച് നാൾ കരയിൽ വിട്ട് നിന്ന് മൈനിങ് സൈറ്റിലായിരിക്കും. അപ്പോൾ കുറച്ച് ഡേഞ്ചർ ഇൻവോൾവ് ഒക്കെ ആണ് എന്നുള്ളത് കൊണ്ടായിരിക്കണം പ്രതിഫലം കൂടുതൽ. പക്ഷേ എന്നിരുന്നാലും ഒരു സൂപ്പർ കരിയറാണ്, നല്ല പേയ്മെൻ്റ് ഉണ്ട്, ലെസ് കോമ്പറ്റീഷൻ ആൻഡ് ഓസ്ട്രേലിയ ഈസ് ദ റൈറ്റ് പ്ലേസ് ടു ലേൺ മൈനിങ്. 3ാം സ്ഥാനത്തുള്ളത് നമ്മുടെ റോയൽ മെക്കാണ്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് ബീറ്റ് ഇൻ ദ സിവിൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, കൺസ്ട്രക്ഷൻ മേഖലയിലും ആവശ്യമാണ്, കൂളിംഗ് സിസ്റ്റങ്ങളിൽ ആവശ്യമാണ്. അങ്ങനെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഒരുപാട് ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് AI കൂടെ ചേർന്ന് റോബോട്ടിക്സും അങ്ങനെ ഒരുപാട് മെക്കട്രോണിക്സ് തുടങ്ങിയ മേഖലകളൊക്കെ ഓസ്ട്രേലിയയിൽ എമർജിങ് ആണ്. അപ്പോൾ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മെക്കാനിക്കലിന്. വൺ ഓഫ് ദ ടോപ്പ് എഞ്ചിനീയറിംഗ് ഒക്യുപ്പേഷൻസ് ഇൻ ഓസ്ട്രേലിയ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. 2ാം സ്ഥാനം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നല്ല പോലെയുണ്ട്, കോമ്പറ്റീഷനും കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം ഇത് പഠിക്കാൻ അത്ര എളുപ്പമല്ല. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സൂപ്പറായിട്ടുള്ളൊരു ഒക്യുപ്പേഷനാണ്. ഓസ്ട്രേലിയയിൽ എപ്പോഴും ഇൻ ഡിമാൻഡാണ്. നമ്പർ 1 പൊസിഷൻ അലങ്കരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സിവിൽ എഞ്ചിനീയറിങ്ങിന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ് ഓസ്ട്രേലിയയിൽ. എന്താണ് കാരണം? മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആൾക്കാർ വരികയാണ്, പുതിയ വീടുകൾ നിർമ്മിക്കുകയാണ്, പുതിയ പട്ടണങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണ്, പുതിയ സബർബുകൾ ഡെവലപ്പ് ചെയ്യുകയാണ്. അവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വേണം, പാലം വേണം. പിന്നെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ നല്ല കെട്ടിടങ്ങളും സൗകര്യങ്ങളും എക്സിബിഷൻ സെൻറ്ററുകളും വേണം. ഇതുപോലെ പാരമെറ്റ പവർ മ്യൂസിയമാണിത്. നിങ്ങൾക്കറിയാം, ഹോലാവേൾഡിൻ്റെ സിഡ്നിയിലെ ആദ്യത്തെ ഓഫീസ് പാരമെറ്റ സ്ക്വയറിലാണ്. പാരമെറ്റ സ്ക്വയറിൽ നിന്ന് ജസ്റ്റ് 5 മിനിറ്റ് ദൂരത്തിലാണ് ഈ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നത്. പാരമെറ്റ ഈസ് എ റൈസിങ് ടൗൺ. അടുത്ത CBD സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ വി ചോസ് പാരമെറ്റ ആസ് അവർ ഫസ്റ്റ് ഓഫീസ്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാരമെറ്റ റിവറിൻ്റെ ബാങ്ക്സിലൂടെയാണ്. ഇതിൽ നടന്ന് നമ്മുടെ പാരമെറ്റ പാർക്കിലും എത്തും. ഇവിടെയാണ് സിഡ്നിയിലുള്ള UTS, മക്വറി, വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി, ഇവിടത്തേക്ക് കുട്ടികളെ നമ്മൾ മീറ്റപ്പ് ചെയ്യുന്ന എല്ലാ ഇൻടേക്കിലും. അപ്പോൾ സിഡ്നി സ്റ്റുഡൻസ്, നിങ്ങൾ വരേണ്ട സ്പോട്ട് അറിയാമല്ലോ അല്ലേ? ഇറ്റ്സ് ഇൻ പാരമെറ്റ പാർക്ക്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഇമ്പാക്റ്റ് പറഞ്ഞ സ്റ്റോറിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യട്ടെ. ക്യൂൻസ്ലൻഡിലെ മേരി റിവർ, ഈ റിവറിലെ വെള്ളമാണ് നമ്മുടെ ഗ്രേറ്റ് ബാരിയർ റീഫ്, കോറൽ റീഫ്സ് അറിയാമല്ലോ അല്ലേ? ഓസ്ട്രേലിയയിലെ വേൾഡ് ഫേമസ് കോറൽ റീഫ്സ്. നമുക്ക് സാറ്റലൈറ്റ് വ്യൂസിലൂടെ മേലിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന കോറൽ റീഫ്സ്. ഇപ്പം ഇത് ഓസ്ട്രേലിയയുടെ എക്കോസിസ്റ്റത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. കെയ്ൻസ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറുന്നതും ഈ ഓസ്ട്രേലിയയിലെ കോറൽ റീഫ്സ് വഴിയാണ്. അപ്പോൾ ഈ ക്യൂൻസ്ലൻഡിൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണല്ലോ ഈ കോറൽ റീഫ്സ് ഉള്ളത്. അപ്പോൾ ഈ മേരി റിവറിലെ വെള്ളം
ആണ് കോറൽ റീഫ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ വെള്ളം എങ്ങനെ നന്നായി കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു സമയത്ത് വളരെയധികം സോയിൽ ഇറോഷൻ കൂടി ബാങ്ക്സ് ഇടിഞ്ഞ് വീണ് അവിടുത്തെ സ്പീഷീസുകൾക്ക്, അവിടെ ജീവിക്കുന്ന വെള്ളത്തിലുള്ള ജീവികൾക്ക്, എസ്പെഷ്യലി മേരി റിവർ ടേർട്ടിൽ, ലങ് ഫിഷ്, ഇതൊക്കെ എക്സ്റ്റിങ്ഷൻ നേരിടുന്ന ജീവികളാണ്. അപ്പോൾ ഇതിനൊക്കെ വീണ്ടും ഡാമേജ് സംഭവിക്കുന്ന, എക്കോസിസ്റ്റം ഡാമേജ് ആവുന്ന ഇങ്ങനൊരു അവസരത്തിൽ അലൂവിയം കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനീനെ ഓസ്ട്രേലിയയിലെ ഗവൺമെൻറ് ഏൽപ്പിച്ചു ഇതിന് വേണ്ട സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അവർ ചെയ്തത് ഈ ബാങ്ക്സിലെ മണ്ണിന് ബലം കൊടുക്കുന്ന രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് നിർമ്മിക്കുകയും നേറ്റീവായിട്ട് ലോക്കലായിട്ടുണ്ടാകുന്ന സ്പീഷീസ് പ്ലാന്റ്സിനെ അവിടെ നമ്മൾ എംബഡ് ചെയ്ത് അതുവഴി ആ സോയിൽ ഇറോഷൻ തടയാനും അവിടെ അഫോറസ്റ്റേഷൻ, കൂടുതൽ മരങ്ങളൊക്കെ വെച്ച് കൂടുതൽ ബലമുള്ള സോയിൽ ഉണ്ടാക്കി തീർക്കുകയും ചെയ്തു. ഇതുവഴി പിന്നീടുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിലൊക്കെ സോയിൽ ഇറോഷൻ 85% ഡ്രോപ്പ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഈ ടേർട്ടിൽസിൻ്റെയും ലങ് ഫിഷിൻ്റെയും ഒക്കെ ജീവിതത്തിനെ രക്ഷപ്പെടുത്തുക, ആ ഹാബിറ്റാറ്റ് മൊത്തത്തിൽ നന്നാക്കാനും സാധിച്ചു ഈ ഒരു എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് വഴി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള പല വിദ്യാർത്ഥികൾക്ക് നമുക്കറിയാം, നമ്മൾ ഇൻഡസ്ട്രിയൽ വാട്ടർ നമ്മുടെ റിവർ സിസ്റ്റത്തിലേക്ക് പോയി മീൻ ചത്തുപൊങ്ങുന്നു, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എപ്പോഴും സംഭവിക്കാറുണ്ട്. സൈലൻറ്റ് വാലിയിലും നമ്മുടെ ഭൂമി കയ്യേറി റിസോർട്ടുകൾ നിർമ്മിക്കുന്നതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതുവഴി ഉണ്ടാകുന്ന എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സിനെ പറ്റിയൊക്കെ വേണ്ടത്ര ബോധവാന്മാരല്ല ഇന്ത്യയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണകൂടം. അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നത്, അല്ലേ? ഇതൊക്കെ ഇൻ ടേൺ നമ്മുടെ തന്നെ ലൈഫിനെ ബാധിക്കുന്നതാണ്. നമ്മുടെ ലോകത്ത് മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന ജീവജാലങ്ങൾ കൂടെ വേണ്ടിയുള്ളതാണ് ലോകം. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ് വികസിത രാജ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റഡീസിനും അഡ്വാൻസ്ഡ് ആണ് ഓസ്ട്രേലിയ. ഏതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് ഞാനൊന്ന് പറയാം. യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡ്, UNSW, യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി, യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, ഇതൊക്കെ ഗ്രൂപ്പ് ഓഫ് 8 ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസാണ്. ANU ഉണ്ട്, ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി. ഇവരും ഒരുപാട് ഇതിലേക്ക് റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് തീർച്ചയായും റിന്യൂവബിൾ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇനി ഇതിൻ്റെയൊക്കെ സാറ്റലൈറ്റ് ക്യാമ്പസുകൾ ദുബായിലും സിംഗപ്പൂരിലും ഒക്കെ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസിൻ്റെതുണ്ട്. അവിടെയും നിങ്ങൾക്ക് റിന്യൂവബിൾ എനർജിയെ പറ്റി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ റിലേറ്റഡ് സ്റ്റഡീസൊക്കെ ആവശ്യമാണെങ്കിൽ നല്ലൊരു കൺസൾട്ടൻസിയെ കോൺടാക്ട് ചെയ്യുക. ഓസ്ട്രേലിയയിലുള്ള കൺസൾട്ടൻസിയെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ കൗൺസിലേഴ്സിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എൻക്വയറി ഫോം ഡിസ്ക്രിപ്ഷനിലുണ്ട്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിനോട് ചേർന്ന് തന്നെയുള്ളതാണ് റിന്യൂവബിൾ എനർജി. അപ്പോൾ റിന്യൂവബിൾ എഞ്ചിനീയറിങ്ങിനെ പറ്റി നമുക്ക് അറിയാം. സോളാർ പവറിൽ നിന്ന് ഉണ്ടാക്കുന്ന എനർജി, അതുപോലെ വാട്ടർ ഡാമുകളിൽ നിന്നുണ്ടാക്കുന്ന എനർജി, വിൻഡ് ടർബൈനിൽ നിന്നുണ്ടാക്കുന്ന എനർജി, ഇതൊക്കെ തന്നെയാണ് റിന്യൂവബിൾ എനർജി അറിയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓസ്ട്രേലിയയിലുള്ള PR പാത്വേസ് ഞാൻ പെട്ടെന്നൊന്ന് മെൻഷൻ ചെയ്യാം. 233914 എഞ്ചിനീയറിംഗ് ടെക്നോളജിസ്റ്റായിട്ട് മാറും. റിന്യൂവബിൾ ടെക് റോൾസിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ. എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസ് നോട്ട് എൽസ് ക്ലാസിഫൈഡ് 233999 ഇതാണ് റിന്യൂവബിൾ എഞ്ചിനീയേഴ്സിന് കൂടുതലും മാച്ച് ആവുന്നത്. നമുക്ക് വേറൊരിടത്തേക്ക് അതിനായിട്ട് തന്നെ ഒരു സ്പെസിഫിക് ആൻസ്കോ കോഡ് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് 233915 എൻവയോൺമെൻറ്റൽ എഞ്ചിനീയേഴ്സിന്. അപ്പോൾ ഇതൊക്കെ തന്നെ PR ലിസ്റ്റിലുള്ള ഓക്യുപ്പേഷൻസ് ആണ്. നല്ലപോലെ ജോബ് സ്പോൺസർഷിപ്പും കിട്ടുന്ന ഓക്യുപ്പേഷൻസ് ആണ്. അപ്പോൾ ഡു സ്റ്റഡി എൻവയോൺമെൻറ്റൽ റിന്യൂവബിൾ എനർജി. ഇത് ഭയങ്കരമായ ബൂമിംഗ് ആണ്. ഇൻ നെക്സ്റ്റ് 5 years there will be lot more job opportunities. അപ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് there will be enough job opportunities in this മേഖല. So I would always recommend, if you are passionate about changing the world, changing the ecosystem, study environmental engineering and renewable engineering. Especially for girls, environmental engineering ഒത്തിരി നല്ല ഓപ്ഷനാണ്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയേഴ്സിൻ്റെ ജോബ് റോൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Managing water, air and soil pollution, waste management and recycling, environmental impact assessment, designing sustainable buildings or eco-friendly infrastructure. ഇത് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയാണ്. ഈ സസ്റ്റൈനബിൾ ബിൽഡിങ്ങിൻ്റെ ഡിസൈന്, എല്ലാ ബിൽഡിങ്സും ഈ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇപ്പോൾ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ ഓസ്ട്രേലിയയിൽ. അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയേഴ്സിൻ്റെ പ്രസക്തി കൂടി വരികയാണ്. നമുക്കറിയാം കൺസ്ട്രക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷന് കൂടെ ഹാൻഡ് ഇൻ ഹാൻഡ് വേണ്ടതാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയേഴ്സ് എന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഇനി സം സ്പെഷ്യലൈസേഷൻസ് ഇൻ റിന്യൂവബിൾ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് നമുക്ക് നോക്കാം. സോളാർ PV സിസ്റ്റം ഡിസൈൻ, വിൻഡ് ടർബൈൻ എഞ്ചിനീയറിംഗ്, എനർജി സ്റ്റോറേജ് ബാറ്ററി സിസ്റ്റത്തിനെയാണ്, സ്മാർട്ട് ഗ്രിഡ്സ് ആൻഡ് മൈക്രോ ഗ്രിഡ്സ്, ഹൈഡ്രോ ഇലക്ട്രിക് ഡിസൈൻ, ഗ്രീൻ ഹൈഡ്രജൻ സിസ്റ്റം, സസ്റ്റൈനബിൾ ബിൽഡിംഗ് എനർജി സിസ്റ്റംസ്. ഇനി എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിലാണ് വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, കണ്ടാമിനേറ്റഡ് സൈറ്റ് റെമഡിയേഷൻ, ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ, സസ്റ്റൈനബിൾ അർബൻ ഡ്രെയിനേജ്, എൻവയോൺമെൻറ്റൽ മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ്. ഇനി സാലറി എക്സ്പെക്ടേഷൻസ് എന്താണെന്ന് നോക്കാം.
ഗ്രാജുവേറ്റിന് 65,000 മുതൽ 75,000 ആണ്. മിഡ് ലെവൽ 3 to 5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ റിന്യൂവബിൾ എനർജിയിൽ 80 to 105,000 ആണ്. സീനിയേഴ്സ് ആണെങ്കിൽ 110 മുതൽ 150,000 വരെയാണ്. സാലറീസ് ക്യാൻ ബി ഡിഫറൻറ്റ് ഇൻ വെസ്റ്റേൺ ഓസ്ട്രേലിയ, ന്യൂ സൗത്ത് വെയിൽസ്, വിക്ടോറിയ. ടൈപ്പ് ഓഫ് എംപ്ലോയർ പ്രൈവറ്റ് ആണോ ഗവൺമെൻറ് ആണോ ഇതിനൊക്കെ ബേസ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. യൂട്ടിലിറ്റീസ്, കൺസൾട്ടിങ്, കൺസ്ട്രക്ഷൻ, R&D ഈ മേഖലകളിലെല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഹലോ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ അടുത്തായിട്ട് പറയുന്നത്. ഞാനൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം പാഷനേറ്റാണ് ഇലക്ട്രോണിക്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. എന്തൊക്കെയാണെന്ന് പറയാം. ഹലോ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓസ്ട്രേലിയയിൽ മികച്ച ഒരു മേഖലയാണ്. എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ സെക്ടർ നമുക്കറിയാം. 5G, മൈക്രോ ചിപ്സ് മുതൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വരെ, ഇലക്ട്രോണിക് വെഹിക്കിൾസിനകത്ത്, അതുപോലെ മെഡിക്കൽ ഡിവൈസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസിനകത്ത് ഒക്കെ തന്നെ ഇതിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. സ്പെഷ്യലൈസേഷൻ പറയുന്നതിന് മുന്നേ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും തമ്മിലുള്ളൊരു വ്യത്യാസം +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ചെറിയ കറണ്ട് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന പരിപാടിയാണ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രിക്കൽ വലിയ കറണ്ട് വെച്ചിട്ടും. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലാണ് നമ്മളിപ്പോൾ പറയുന്നത് വലിയ ആംബിയറിലാണ് കറണ്ട് മെഷർ ചെയ്യുന്നത്. ആംബിയർ. ഇലക്ട്രോണിക്സിൽ മില്ലി ആംബിയേഴ്സിലാണ്. അത് ചെറിയ സർക്യൂട്ട് ഡിസൈനിൽ കൂടെ പോകുന്ന ഒരു കറണ്ടാണ്. ഇലക്ട്രോണിക് സാധനങ്ങളിൽ നിന്ന് ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ നിന്ന് ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു TV-ക്കൊക്കെ ആണെങ്കിൽ TV-ക്ക് അകത്തുനിന്ന് ചിപ്പിൻ്റെ ഇടയ്ക്കു നിന്നൊക്കെ ഷോക്ക് അടിക്കാൻ വലിയ പാടാണ്. അങ്ങനെയല്ല ഷോക്ക്. കൂടുതലും വലിയ കറണ്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഏരിയാസിൽ നമുക്ക് ഷോക്ക് വരാം. അപ്പം TV-ന്ന് ഷോക്ക് അടിക്കത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അത് എവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പോലെ ഇരിക്കും. അപ്പോൾ അതിനകത്ത് ഓടുന്നത് ഈ ചിപ്പ് സെറ്റ്സിനകത്തൂടെ മില്ലി ആംപിയറിൽ ചെറിയ കറണ്ട്, ആ ആംപിയറിൻ്റെ 1000-1 മില്ലി ആംപിയർ കേട്ടോ. അപ്പോൾ അത്രയും ചെറിയ ഒരു കറണ്ടുമായിട്ട് ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് പറഞ്ഞാലുള്ള ഡിഫറൻസ്. നമ്മൾ ഇക്വേഷൻസ് എഴുതുമ്പോഴും ഒക്കെ ചെയ്യുമ്പോഴും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സിൻ്റെയും കറണ്ട് ഫ്ലോ ഒക്കെ ഒരുപോലെ ആണെങ്കിലും അതിൻ്റെ എമൗണ്ട് ഓഫ് കറണ്ട് ഒഴുകുന്നതിനുള്ള വ്യത്യാസമാണ് മെയിനായിട്ട്. എന്തിനാണ് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സിനും ഡിഫറൻഷ്യേറ്റ് ചെയ്തേക്കുന്നതെന്നും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇനി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൻ്റെ സ്പെഷ്യലൈസേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എംബഡഡ് സിസ്റ്റം എഞ്ചിനീയറിംഗ്, മൈക്രോ കൺട്രോളർ, ഫേംവെയർ, IoT ഡിവൈസസ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, RF ഡിസൈൻ, സാറ്റലൈറ്റ് സിസ്റ്റം, 5G നെറ്റ്വർക്ക്സ്, കൺട്രോൾ സിസ്റ്റം ആൻഡ് ഓട്ടോമേഷൻ. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഇൻഡസ്ട്രിയൽ പ്രോസസ് കൺട്രോൾ, റോബോട്ടിക്സ്, ഇതൊക്കെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ്. പവർ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, റിന്യൂവബിൾ എനർജി, ഇൻവെർട്ടേഴ്സ്, VLSI, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആൻഡ് സെമി കണ്ടക്ടർ ഡിസൈൻ. ഇതാണ് IC ഡിസൈന്, ASIC, FPGA ഡെവലപ്മെൻറ്റ്, സിഗ്നൽ പ്രോസസ്സിംഗ്, ഓഡിയോ, വീഡിയോ, റഡാർ ആൻഡ് മെഡിക്കൽ സിഗ്നൽ ആപ്ലിക്കേഷൻസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് മെഷർമെൻറ്റ്, സെൻസേഴ്സ്, ബയോമെഡിക്കൽ ഇലക്ട്രോണിക്സ്, ഓട്ടോമേഷൻ, പിന്നെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, നമ്മുടെ വെയറബിൾസ് ഒക്കെ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഹോം ഡിവൈസസ്, മൊബൈൽ ടെക്നോളജി, ഇതൊക്കെയാണ്. കമ്പനീസ് ഹയറിംഗ് ഏതൊക്കെയാണെന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് ആൻഡ് ഡിഫൻസിൽ ബേ സിസ്റ്റംസ് ഓസ്ട്രേലിയ, തെയിൽസ് ഗ്രൂപ്പ്, ലോക്ഹീഡ് മാർട്ടിൻ ഓസ്ട്രേലിയ, റെയ്ത്തോൺ ഓസ്ട്രേലിയ, ഇലക്ട്രോ ഒപ്റ്റിക് സിസ്റ്റംസ്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്കിലാണെങ്കിൽ ടെൽസ്ട്ര എ മേജർ നെറ്റ്വർക്ക് പ്രൊവൈഡറാണ്, നോക്കിയ നെറ്റ്വർക്ക്സ്, എറിക്സൺ, ഒപ്റ്റസ്, NBN. മെഡിക്കൽ ആൻഡ് എംബഡ് സിസ്റ്റത്തിന് റെസ്മെഡ് ഉണ്ട്, കോഷ്ലിയർ ഉണ്ട്, CSL സിസ്റ്റംസ്, സീമെൻസ് ഉണ്ട്. എനർജി ആൻഡ് റിന്യൂവബിൾസിൽ സൺഗ്രോ പവർ വളരെ ഫേമസ് ആണ് ഇവിടെ, സോളാർ പാനൽസിൻ്റെ ഡിസൈനിൽ ABB, സ്നൈഡർ ആൻഡ് ടെസ്ല. ബാറ്ററി സ്റ്റോറേജ് ടീം, അത് ടെസ്ലയിലെ മസ്ക് ഇവിടെ വന്ന് ഒരു വലിയ പെട്ടെന്ന് റെക്കോർഡ് സമയത്ത് ഇവിടെ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്ത് വാർത്ത സൃഷ്ടിച്ചത് നമുക്കറിയാം ഓസ്ട്രേലിയയിൽ അല്ലേ. അപ്പോൾ ഈ ടെസ്ലയുടെ ടീം, ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം ടീമും ഓസ്ട്രേലിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 233411 എന്നുള്ളതാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിൻ്റെ ആൻസ്കോ കോഡ്. 2 രീതിയിൽ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യാം. നിങ്ങൾ നാട്ടിൽ പഠിച്ചിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾ CDR റിപ്പോർട്ട് എഴുതി അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അല്ലാത്തവർക്ക് ഇവിടെ വന്ന് പഠിക്കുന്നവർക്ക് ഗ്രാജുവേറ്റ് പാത്വേയിലൂടെയും ചെയ്യാൻ പറ്റും. അത് അക്രഡിറ്റഡ് പ്രോഗ്രാം ആണെങ്കിൽ. അപ്പോൾ എഞ്ചിനീയറിംഗ് ഇവിടെ പഠിക്കുമ്പോൾ അക്രഡിറ്റഡ് അല്ലാത്ത ഒത്തിരി ഇലക്ട്രോണിക്സ് പ്രോഗ്രാംസ് ഉണ്ട്. അത് പഠിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ല. നാട്ടിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് വന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് വെച്ചിട്ട് നമുക്ക് ഇവിടെ അസസ് ചെയ്തെടുക്കാൻ പറ്റും. മാസ്റ്റേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വരുമ്പോൾ ബാച്ചിലേഴ്സ് പഠിക്കുമ്പോൾ അക്രഡിറ്റഡ് പ്രോഗ്രാം തന്നെ പഠിക്കുന്നതാണ് നല്ലത്. അല്ലാത്ത പക്ഷം അക്രഡിറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് CDR റിപ്പോർട്ട് എഴുതേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ CDR റിപ്പോർട്ട് എഴുതാനും ഒക്കെ നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ ഹൊലാവേൾഡിനെ കൊണ്ട് സാധിക്കും. എഞ്ചിനീയേഴ്സ് ആരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടോ, like after your bachelor's who are trying to study in Australia for your masters, please contact us. We can give you a thorough counseling. ഇനി 189, 190, 491 കാറ്റഗറിയിലൊക്കെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് ജോബ് ഉണ്ട്. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഗ്രൂപ്പ് ഓഫ് 8ലെ എല്ലാ യൂണിവേഴ്സിറ്റീസും അടിപൊളിയാണ് എക്സെപ്റ്റ് വെസ്റ്റേൺ ഓസ്ട്രേലിയ. അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് 8ൽ 8 യൂണിവേഴ്സിറ്റി ഉള്ളതെന്നറിയാം. ആ 7 എണ്ണം ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ RMITയിലെയും UTSലെയും ഇലക്ട്രോണിക്സ് പ്രോഗ്രാംസും ഒത്തിരി നല്ലതാണ്. അടുത്തത് മൈനിങ് എഞ്ചിനീയറിംഗ്. ജെസിക്ക ഫാരൽ എന്ന് പറയുന്ന ഒരു യങ്
മൈനിങ് എഞ്ചിനീയറിൻ്റെ കഥ പറഞ്ഞു തുടങ്ങട്ടെ. ബ്രോക്കൺ ഹിൽ എന്ന് പറഞ്ഞ ന്യൂ സൗത്ത് വെയിൽസിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ജെസിക്ക ഫാരൽ വരുന്നത്. BHP എന്ന് പറഞ്ഞ ഒരു വലിയ മൈനിങ് കമ്പനിയിൽ പുള്ളിക്കാരിക്ക് ജോലി കിട്ടി. അപ്പോൾ ബ്രോക്കൺ ഹില്ലിൽ മൈനിങ് കുറഞ്ഞു വരികയും അവിടുത്തെ ജോലി സാധ്യതകളും ആ നഗരത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഷ്രിങ്ക് ആവുന്നത് കണ്ട് വിഷമിച്ചാണ് ശരിക്കും BHPയിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ലോ ഗ്രേഡ് കോപ്പറിൻ്റെ റിക്കവറിയിലുള്ള റിസർച്ച് നടത്തുകയും അങ്ങനെയുള്ള പ്രൊജക്ട്സിൽ ഇൻവോൾവ് ആവുകയും അവസാനം പുള്ളിക്കാരി എന്താ ചെയ്യുന്നറിയോ, ബ്രോക്കൺ ഹിൽ എന്ന് പറഞ്ഞ സബർബിൽ തന്നെയുള്ള മിനറൽസിനെ എക്സ്ട്രാക്ട് ചെയ്യുക യൂസിങ് ബയോ ലീച്ചിങ്, അതായത് ബാക്ടീരിയസിനെ കൊണ്ട് കഴിപ്പിച്ച് അതിൽ നിന്ന് മിനറൽ എക്സ്ട്രാക്ഷൻ നടത്തുന്ന ഒരു പ്രോസസ്സിൽ റിസർച്ച് ചെയ്ത് സ്വന്തം ഹോം ടൗണിൽ തിരിച്ച് 80+ ജോബ്സ് കൊണ്ടുവന്ന ജെസിക്ക ഫാരലിൻ്റെ സ്റ്റോറി ഇൻസ്പയറിംഗ് ആണ്. ഓസ്ട്രേലിയയിൽ ഈ സ്റ്റോറി ഞാൻ വായിച്ചിട്ടുണ്ട്, അങ്ങനെ അത് ഷെയർ ചെയ്യണം. അപ്പം ഈ മൈനിങ് എഞ്ചിനീയറിംഗ് BHP, റിയോ ടിൻഡോ ഇങ്ങനത്തെ പല കമ്പനീസ് ഉണ്ട് ഓസ്ട്രേലിയയിൽ. മൈനിങ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണ് ഏറ്റവും ഫേമസ്. നിങ്ങൾക്കറിയാം, അവിടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്ന ജോബും കൂടിയാണ് മൈനിങ് എഞ്ചിനീയറിംഗ്. അപ്പോൾ മൈനിങ് എഞ്ചിനീയറിംഗിലെ വേരിയസ് സ്പെഷ്യലൈസേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈൻ പ്ലാനിങ് ആൻഡ് ഡിസൈൻ ഒന്നാമത്തേത്, ഫോക്കസസ് ഓൺ ലേഔട്ട്, ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് സോഫ്റ്റ്വെയർസ്. 2 ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, സ്ലോപ്പ് സ്റ്റെബിലിറ്റി, റോക്ക് മെക്കാനിക്സ്, അണ്ടർഗ്രൗണ്ട് സേഫ്റ്റി, ഇതൊക്കെയാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ നോക്കുന്നത്. മൂന്നാമത്തേത് മിനറൽ പ്രോസസ്സിംഗ്, ക്രഷിംഗ്, ഗ്രൈൻഡിംഗ്, ഫ്ലോട്ടേഷൻ ആൻഡ് മെറ്റലർജി ടു എക്സ്ട്രാക്ട് വാല്യൂ ഫ്രം ഓർ. 4 മൈൻ വെന്റിലേഷൻ ആൻഡ് സേഫ്റ്റി, എയർ ഫ്ലോ, ഗ്യാസ് മാനേജ്മെൻറ്റ് ആൻഡ് ഒക്യുപ്പേഷണൽ ഹെൽത്ത്. 5 സസ്റ്റൈനബിൾ മൈനിങ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്, ലാൻഡ് റീഹാബിലിറ്റേഷൻ, വാട്ടർ മാനേജ്മെൻറ്റ്, എക്കോ ഫ്രണ്ട്ലി എക്സ്ട്രാക്ഷൻ, ഇതൊക്കെയാണ്. 6 ഓട്ടോമേഷൻ ആൻഡ് മൈനിങ് ടെക്നോളജി, റോബോട്ടിക്സ്, ഡ്രോൺസ്, ഓട്ടോണമസ് ട്രക്സ്, റിയൽ ടൈം മോണിറ്ററിങ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഓട്ടോമേഷൻ. അപ്പോൾ ഇങ്ങനെ 6 ഡിഫറൻറ്റ് മേഖലകൾ മൈനിങ്ങിനകത്തുണ്ട്. സാലറിയുടെ കാര്യം പറയുമ്പോൾ ഗ്രാജുവേറ്റ്സിന് 90,000 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് സാലറി, 210. ഒരു മിഡ് ലെവൽ 3 to 5 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 120 മുതൽ 160K വരെയാണ് സാലറി. ആൻഡ് അതിലും സീനിയർ ആയിട്ടുള്ളവർക്ക് 180 മുതൽ 250 വരെയുള്ള സാലറി കിട്ടുന്നുണ്ട്. സീനിയർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ മാനേജർ പൊസിഷനിലുള്ളവർ. ഇനി സൈറ്റ് സൂപ്രണ്ടൻറ്റിനാണ് 300,000 മേളിൽ സാലറി ലഭിക്കുന്നുണ്ട്. 300,000 ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 55 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ, ആനുവൽ സാലറി റെക്കോർഡ് തുകയാണ് മൈനിങ് എഞ്ചിനീയേഴ്സിന് വരുന്നത്. ഇനി മൈനിങ് എഞ്ചിനീയേഴ്സിന് ഏറ്റവും നല്ല പഠിക്കാൻ പറ്റിയ സ്കൂൾസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കർട്ടിൻ യൂണിവേഴ്സിറ്റി നമ്പർ 1 ആണ് ഓസ്ട്രേലിയയിൽ. കർട്ടിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് തന്നെ മൈനിങ് സൈറ്റിനോട് ചേർന്ന് അടുത്ത് പെർത്തിലാണ്. അപ്പോൾ അത് വെസ്റ്റേൺ ഓസ്ട്രേലിയ സ്കൂൾ ഓഫ് മൈൻസ് എന്ന് പറയും. കർട്ടിൻ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു വിഭാഗത്തിന് തീർച്ചയായും അവിടെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും അടിപൊളി ഓപ്ഷനാണ് കർട്ടിൻ യൂണിവേഴ്സിറ്റിയിലെ മൈനിങ് പ്രോഗ്രാം. നമ്പർ 2, യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലൻഡ്, ബ്രിസ്ബെയിനിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലൻഡിലെ മൈനിങ് പ്രോഗ്രാം ഇസ് ഓൾസോ എക്സലൻറ്റ്. യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസ്, UNSW എന്നറിയപ്പെടും. യൂണിവേഴ്സിറ്റി ഓഫ് അഡിലെയ്ഡ് ആൻഡ് ഫെഡറേഷൻ യൂണിവേഴ്സിറ്റി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ടോപ്പ് 5 SME എൻഡോസ്ഡ് പ്രോഗ്രാം കൂടിയാണ് ഫെഡറേഷൻ യൂണിവേഴ്സിറ്റിയുടെ മൈനിങ് പ്രോഗ്രാം. അപ്പോൾ ലോ കോസ്റ്റായിട്ട് പഠിക്കാൻ പറ്റും വെൻ കമ്പയർഡ് ടു ഓൾ അതർ യൂണിവേഴ്സിറ്റീസ്. അഡിലെയ്ഡിൽ കോപ്പർ, ഗോൾഡ്, മിനറൽ എക്സ്ട്രാക്ഷനിൽ ഫേമസ് ആണ്. അതാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഫെഡറേഷൻ യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കൽ ആൻഡ് റീജിയണൽ ഫോക്കസ് വിത്ത് ഗുഡ് ജോബ് പ്ലേസ്മെൻറ്റ്, അതാണ് ഫെഡറേഷൻ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത. പിന്നെ നമ്മൾ ഓൾറെഡി യൂണിവേഴ്സിറ്റി ഓഫ് കർട്ടിൻ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞ് നമ്പർ 1 ഇൻ ഓസ്ട്രേലിയ ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലൻഡ് റിസർച്ചും മിനറൽ പ്രോസസ്സിങ്ങും സസ്റ്റൈനബിലിറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്. UNSWൻ്റെ എക്സലൻറ്റ് ഇൻഡസ്ട്രി ലിങ്ക് വിത്ത് BHP ആൻഡ് റിയോ ടിൻഡോ, ഇത് രണ്ടുമാണ് UNSW ഈ ടൈപ്സ് ഇൻഡസ്ട്രി ടൈപ്സ് ആണ് UNSWനെ ഈ ലിസ്റ്റിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നത്. UNSW സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് നമുക്കറിയാം, സിഡ്നിയിലാണ് അല്ലേ, ന്യൂ സൗത്ത് വെയിൽസിൻ്റെ സിറ്റി ആയിട്ടുള്ള സിഡ്നിയിലാണ്. പക്ഷേ ഈ 2 കമ്പനീസുമായിട്ടുള്ള കരാറുകൾ മൂലമാണ് UNSW ഒരു അട്രാക്റ്റീവായിട്ട് മാറുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ പറ്റിയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ കഥ പറയുകയാണെങ്കിൽ, അല്ലെ മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ ഒരു നല്ല കഥ പറയണമെങ്കിൽ ഡോക്ടർ ജഗദീഷ് ചെന്നുപ്പാട്ടിയുടെ പറ്റി പറയേണ്ടി വരും. ഇയാൾ ഇന്ത്യയിലെ ഒരു സ്മോൾ വില്ലേജിൽ പ്രോപ്പർ ഇലക്ട്രിസിറ്റിയോ റോഡ്സോ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട്, ഒരു ചെറിയ വില്ലേജിൽ നിന്ന് വന്ന് ഒരു എഞ്ചിനീയറായി ഓസ്ട്രേലിയ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇപ്പോൾ ANUവിൽ പ്രൊഫസറായി മാറിയ കഥ. അപ്പോൾ ഇയാൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത് വളരെ കഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കും എത്താം, എങ്ങനെ നന്നായി റിസർച്ച് ലൈനിലേക്ക് പോവുകയും പബ്ലിഷ് ചെയ്യും, പേപ്പർ പബ്ലിഷ് ചെയ്യുകയും പഠിക്കാനും ഒക്കെ താല്പര്യം കാണിക്കുന്നവർക്കും ഓസ്ട്രേലിയക്ക് വരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ PhD ചെയ്യാനായിട്ട് എഞ്ചിനീയറിംഗ് ആൻഡ് മെറ്റീരിയൽ സയൻസിൽ ആൾ PhD ചെയ്യുകയും ഇപ്പോൾ ഒരു വൺ ഓഫ് ദ ടോപ്പ് പ്രൊഫസറായിട്ട് ANUവിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഹി വാസ് അവാർഡഡ് എ ഫെല്ലോ ഓഫ് ഓസ്ട്രേലിയൻ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ഓർഡർ ഓഫ് ഓസ്ട്രേലിയ, ഹയസ്റ്റ് അച്ചീവ്മെൻറ്റ് അവാർഡാണ് ഫോർ സയൻസ് മേഖലയിൽ ഓസ്ട്രേലിയ വർക്ക് ചെയ്യുന്നവർക്ക്. അത് റിസീവ് ചെയ്ത ആളാണ്. നാനോ ടെക്നോളജി ആൻഡ് ഫോട്ടോണിക്സിലാണ് പുള്ളി റിസർച്ച് ചെയ്തത്.
അപ്പോൾ ഈ ഒരു ചെറിയ റിമോട്ട് ഇന്ത്യൻ വില്ലേജിൽ നിന്ന് വന്ന് ലെഗസി ഓഫ് ഇന്നോവേഷൻ ഇൻ ഓസ്ട്രേലിയയിലേക്ക് മാറിയ ഇയാളുടെ സ്റ്റോറി പല എൻജിനീയേഴ്സിനും മോട്ടിവേറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും നമ്മുടെ ലിമിറ്റ്സ് എന്തായാലും സ്ട്രോങ് ഡിറ്റർമിനേഷൻ വളരാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കരിയർ നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഓൺലി ജസ്റ്റ് ബിൽഡിംഗ് മെഷീൻസ്, യു ആർ ബിൽഡിംഗ് എ ഫ്യൂച്ചർ ഫോർ യുവർ സെൽഫ്. മെക്കാനിക്കൽ എഞ്ചിനീയർ ഈസ് വൺ ഓഫ് ദ ബ്രോഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻ ഡിമാൻഡ് കോർ എഞ്ചിനീയറിംഗ് ജോബ് ഫീൽഡ്സ് ഇൻ ഓസ്ട്രേലിയ. ഇഷ്ടം പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ കോമ്പറ്റീഷനും ഉണ്ട്. അപ്പോൾ സ്മാർട്ട് ഓഫ് ദ സ്മാർട്ടസ്റ്റിന് ജോലി കിട്ടും. സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞത് ഒരു എബോവ് ആവറേജ് ലെവലിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയും ആ കോൺഫിഡൻസോടെ ഇവിടെ ജോബ് ഹണ്ട് നടത്തുകയും ചെയ്യുന്നവർക്ക് ജോബ് കിട്ടുന്നുണ്ട്. നല്ല സാലറിയാണ്. ആവറേജ് സാലറി 128,000 ആണ്. ഓവറോൾ 9,000 ജോബ്സ് കറൻ്റ്ലി ലിസ്റ്റഡ് ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന്. ഇത് എഞ്ചിനീയറിങ്ങിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ തന്നെ നല്ലൊരു പെർസെൻറ്റേജ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നല്ലപോലെ ഉണ്ട്. PR പറ്റി പറയുമ്പോൾ ഹൈലി കോമ്പറ്റീറ്റീവാണ്. ഞാൻ പറഞ്ഞു, കാരണം പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. നാട്ടിൽ റോയൽ മെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കന്മാരെല്ലാം പോയി പഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം നമുക്കറിയാം അത്രയും പിള്ളേർ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഓസ്ട്രേലിയ പഠിക്കാൻ വരുമ്പോഴും അതിനുള്ള നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കൂടുതലാണ്. അപ്പോൾ 189 85 to 90 പോയിൻറ്റ്സ് വേണം. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഗെറ്റ് ഇൻവിറ്റേഷൻസ് ത്രൂ 190 സ്റ്റേറ്റ് നോമിനേഷൻ. ജോബ് ഡിമാൻഡ് സോൺസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മെൽബൺ മാനുഫാക്ചറിങ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ്, സിഡ്നിയിലെ HVAC ആൻഡ് ബിൽഡിംഗ് സർവീസസിലും പെർത്തിൽ മൈനിങ് റിലേറ്റഡ് എക്യുപ്മെൻറ്റ്സിൻ്റെ മാനുഫാക്ചറിങ് മെയിൻ്റനൻസിലാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഏറ്റവും കൂടുതൽ ജോലിയുള്ളത്. ടോപ്പ് യൂണിവേഴ്സിറ്റീസ് മൊണാഷ്, യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, UNSW, യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി ഒക്കെയാണ്. മെക്കാനിക്കൽ ജോബ്സ് ഇഷ്ടം പോലെയുണ്ട്. പേ ഗ്രേറ്റ് ആണ്. PR സ്മാർട്ട് സ്ട്രാറ്റജി വേണം. ഇംഗ്ലീഷിന് 9 ബാൻഡ് അച്ചീവ് ചെയ്യുന്നതും 8 ബാൻഡ് അച്ചീവ് ചെയ്യുന്നതും നാറ്റിയുടെ സ്കോർ എടുക്കുന്നതും PY പ്രോഗ്രാം ചെയ്യുന്നതും ഒക്കെ നിങ്ങളെ ഔട്ട്സ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ ഫുൾ സപ്പോർട്ട് തരാനും കരിയർ ആക്സലറേറ്റർ പ്രോഗ്രാം വഴി നിങ്ങൾക്ക് ജോലിയിലേക്ക് ലാൻഡ് ചെയ്യാനും ഒക്കെ ദ ബെസ്റ്റ് ഏജൻസി ഇൻ കേരള ഇസ് ഹോല വേൾഡ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സ്പെഷ്യലൈസേഷൻസിനെ പറ്റി നമുക്കിനി സംസാരിക്കാം. തെർമൽ എഞ്ചിനീയറിംഗ്, ഹീറ്റ് ട്രാൻസ്ഫർ, തെർമോഡൈനാമിക്സ്, എൻജിൻസ്, റെഫ്രിജറേഷൻ, പവർ പ്ലാന്റ്സ്, ഇതൊക്കെയാണ് തെർമൽ എഞ്ചിനീയറിംഗ് വരുന്നത്. അടുത്തത് ഡിസൈൻ എഞ്ചിനീയറിംഗ്, മോസ്റ്റ് ഓഫ് ദ പോപ്പുലർ വൺ ഓഫ് ദ പോപ്പുലർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് ഡിസൈൻ എഞ്ചിനീയറിംഗ്. CAD, മെഷീൻ ഡിസൈൻ, സ്ട്രെസ് അനാലിസിസ്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയാണ് ഡിസൈൻ എഞ്ചിനീയറിംഗിൽ വരുന്നത്. അടുത്തത് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ്, CNC, മെഷീനിങ്, പ്രൊഡക്ഷൻ, ലീൻ പ്രോസസ്സ്, ഇതൊക്കെ മാനുഫാക്ചറിങ്ങിൻ്റെ പാർട്ടായിട്ട് വരുന്നത്. പിന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതിൻ്റെ വെഹിക്കിൾ ഡിസൈൻസ്, എൻജിൻസ്, ട്രാൻസ്മിഷൻ, CV സിസ്റ്റംസ്, ഇതൊക്കെ ഓസ്ട്രേലിയയിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വെഹിക്കിൾ ഡിസൈനൊക്കെ ചെയ്തിട്ട് മാനുഫാക്ചറിങ് ഇവിടെയെല്ലാം നടക്കുന്നെങ്കിലും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിൻ്റെ പല വിങ്സ് ഓസ്ട്രേലിയയിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയും ടെസ്റ്റുകളൊക്കെ നടത്തണം. ഓസ്ട്രേലിയൻ എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിൻ്റെ വിങ്ങും ഇവിടെയുണ്ട്. എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, നമുക്കറിയാം എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഇസ് പാർട്ട് ഓഫ് ദ ഡിഫൻസ്, സ്പേസ് ക്രാഫ്റ്റ്, എയർക്രാഫ്റ്റ്, എയറോഡൈനാമിക്സ്, പ്രൊപ്പൽഷൻ, ഇതൊക്കെയാണ് എയറോസ്പേസ് എഞ്ചിനീയറിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻസ്. മെക്കട്രോണിക്സ് ഇൻ്റഗ്രേറ്റ്സ് മെക്കാനിക്കൽ സിസ്റ്റംസ് വിത്ത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്. റോബോട്ടിക്സും ഓട്ടോമേഷനും ഒക്കെയാണ് മെക്കട്രോണിക്സിൻ്റെ. അപ്പോൾ അതും ഇവിടെ പഠിക്കുന്നത് പോപ്പുലറാണ്. റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ്, AI, സെൻസർ ഇൻ്റഗ്രേഷൻ, ഡിസൈൻ ആൻഡ് കൺട്രോൾ ഓഫ് റോബോട്ട്സ്, ഇതൊക്കെയാണ് റോബോട്ടിക്സിൽ വരുന്നത്. പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് ഉണ്ട്. സ്റ്റഡി ഓഫ് ലിക്വിഡ് ആൻഡ് ഗ്യാസ്, അതാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ഹൈഡ്രോളിക്സ്. പമ്പ്സ്, ടർബൈൻസ്, HVAC, അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ. പിന്നെ എനർജി എഞ്ചിനീയറിംഗ്, റിന്യൂവബിൾ എനർജി സിസ്റ്റംസ് ലൈക്ക് സോളാർ ആൻഡ് വിൻഡിനെ ഇന്നോവേഷൻസും കൂടെ ചേർത്ത് എനർജി എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സബ്ബായിട്ട് നമുക്ക് വേണേൽ ക്ലാസിഫൈ ചെയ്യാവുന്ന ഒരു മേഖലയാണ്. ബയോ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് നമ്മുടെ പ്രോസ്തറ്റിക്സ്, മെഡിക്കൽ ഡിവൈസസ്, ഹ്യൂമൻ മോഷൻ അനാലിസിസ്, ഇങ്ങനെ ബയോ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനും നല്ല സാധ്യതകളുണ്ട്. ഇപ്പം പ്രോസ്തറ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, വികലാംഗരായവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കൈ, കാല്, ഈവൻ വീൽ ചെയർ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നാനോ ടെക്നോളജി നമ്മൾ നേരത്തെ പറഞ്ഞ കഥയുണ്ടല്ലോ, അപ്പോൾ നാനോ സ്കെയിൽ, മെറ്റീരിയൽ, സെൻസേഴ്സ്, കോട്ടിങ്സ്, ഇതൊക്കെ നാനോ ടെക്നോളജിയുടെ ഭാഗമായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് എൻ്റർ വരുന്നതാണ്. മറൈൻ എഞ്ചിനീയറിംഗ്, സിസ്റ്റംസ് ആൻഡ് മെഷീനറി യൂസ്ഡ് ഇൻ ഷിപ്സ് ആൻഡ് സബ്മറൈൻസ്. പിന്നെ മെറ്റീരിയൽ സയൻസ് ആൻഡ് മെറ്റലർജി, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോറിയും അല്ലേ, സ്റ്റഡി ഓഫ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, അലോയ് ഡിസൈൻ, ഫെയിലിയർ അനാലിസിസ്, ഇതൊക്കെയാണ് മെറ്റീരിയൽ സയൻസ് ആൻഡ് മെറ്റലർജിയിൽ വരുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഇത്രയധികം മേഖലകളുണ്ട്. നിങ്ങൾക്ക് ഏത് മേഖലയാണോ താല്പര്യം അങ്ങോട്ട് തിരിയാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇസ് എ വാസ്റ്റ് ബ്രോഡ് ഫീൽഡ്. അപ്പോൾ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പഠിക്കുക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സ് പ്രോഗ്രാമും ഓസ്ട്രേലിയയിൽ ചെയ്യുന്നത് നന്നായിരിക്കും. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഓട്ടോമോട്ടീവ് ആൻഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ സെക്ഷനിൽ ഫോർഡ് ഓസ്ട്രേലിയ, ടൊയോട്ട ഓസ്ട്രേലിയ, SCA ഇലക്ട്രിക്, ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്.
ടെസ്ല മെൽബൺ ആൻഡ് സിഡ്നി ഓഫീസസിനോട് അനുബന്ധിച്ച് കമ്പനി നീഡ് എഞ്ചിനീയേഴ്സ് ഫോർ വെഹിക്കിൾ ഡിസൈൻ, EV സിസ്റ്റം, മാനുഫാക്ചറിങ്, ഓട്ടോമേഷൻ ഈ ഒരു പർപ്പസിന് വേണ്ടി ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ. എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് സെക്ടറിൽ ബോയിങ് ഓസ്ട്രേലിയ, ബേസ് സിസ്റ്റംസ്, എയർബസ് ഗ്രൂപ്പ് ഓസ്ട്രേലിയ ഹയർ ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സ് ഹയർ ചെയ്യുന്നുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ടു വർക്ക് ഓൺ എയർക്രാഫ്റ്റ് സ്ട്രക്ചേഴ്സ്, പ്രൊപ്പൽഷൻ, ടെസ്റ്റിംഗ് സിസ്റ്റംസ്, ഇതിനൊക്കെ ഡിഫൻസിൽ ഹയറിങ് നടക്കുന്നു. മൈനിങ് ആൻഡ് അനുബന്ധ റിസോഴ്സസ് അവിടെ BHP, റിയോ ടിൻഡോ, ഫോർട്ടസ്ക്യൂ മെറ്റൽസ് ഗ്രൂപ്പ്, വുഡ് സൈഡ് എനർജി, എക്യുപ്മെൻറ്റ് ഡിസൈൻ, പ്ലാൻ മെയിൻ്റനൻസ്, ഹൈഡ്രോളിക് സേഫ്റ്റി സിസ്റ്റംസ്, ഇതിലൊക്കെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ ആവശ്യം ഈ ഒരു മേഖലയിൽ. അടുത്തത് എനർജി ആൻഡ് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ്, ആ ഒരു മേഖലയിൽ ഒറിജിൻ എനർജി, AGL എനർജി, സ്നോയി ഹൈഡ്രോ, വെസ്റ്റാസ് വിൻഡ് സിസ്റ്റംസ്, ഇവരൊക്കെയാണ് മേജറായിട്ട് ഹയർ ചെയ്യുന്ന മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ. ദിസ് ഫോക്കസ് ഇൻ തെർമൽ സിസ്റ്റം, റിന്യൂവബിൾ എനർജി ഡിസൈൻ, എഫിഷ്യൻസി ഇംപ്രൂവ്മെൻറ്റ്, ഇതൊക്കെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ. മാനുഫാക്ചറിങ് ആൻഡ് ഹെവി ഇൻഡസ്ട്രി, വിസി, ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ, ആംകോർ, കോഷ്ലിയർ മെഡിക്കൽ ഡിവൈസസിന് വേണ്ടി. ഇപ്പോൾ ഇവരൊക്കെ പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസേഷൻ, ക്വാളിറ്റി കൺട്രോൾ, മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ്, ഇതൊക്കെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ചെയ്യേണ്ട ഒരു ടാസ്ക്. ഇനി ബിൽഡിംഗ് സർവീസസ് ആൻഡ് HVAC, എയ്കോം, അറൂപ്പ്, WSP ഗ്ലോബൽ തുടങ്ങിയ കമ്പനികളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹയറിങ് നടക്കുന്നത്. അതുപോലെ GHD ഗ്രൂപ്പ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്, വെന്റിലേഷൻ, ഫയർ സേഫ്റ്റി, ഇതിൻ്റെയൊക്കെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള കമ്പനികളിൽ ജോലി ചെയ്യേണ്ടി വരിക. അടുത്തത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. അപ്പോൾ ഇതിൻ്റെ മേജർ കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാസ്റ്റ് ബ്രിക്ക് റോബോട്ടിക്സ്, FBR ലിമിറ്റഡ്, CSIRO റിസർച്ചാണ് കേട്ടോ, വലിയൊരു റിസർച്ച് ഓർഗനൈസേഷനാണ് CSIRO, ഒത്തിരി ഫണ്ടിങ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ പറയുന്ന ബോഷ് ഓസ്ട്രേലിയ, ഇപ്പോൾ റോബോട്ട് ഡിസൈൻ, സെൻസർ ഇൻറ്റഗ്രേഷൻ, മെക്കട്രോണിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇങ്ങനെയുള്ളിടത്തൊക്കെ ജോബിന് അപ്ലൈ ചെയ്യുക. അതിനുവേണ്ടിയാണ് ഈ പേരുകൾ പറയുന്നത് കേട്ടോ. റെയിൽവേസ് ആൻഡ് ട്രാൻസ്പോർട്ട്, ഡൗണർ ഗ്രൂപ്പ്, സീമെൻസ് മൊബിലിറ്റി, ബൊംബാർഡിയർ, ആൽസ്റ്റോം. അപ്പോൾ ഇതിനകത്ത് വരുന്ന വർക്ക് ട്രെയിൻ ഡിസൈൻ, ട്രാൻസ്പോർട്ട് സിസ്റ്റംസ്, മെക്കാനിക്കൽ ടെസ്റ്റിംഗ്, ഇതൊക്കെയാണ് മേജർ ജോബ് ഡിസ്ക്രിപ്ഷൻസ്. മറൈൻ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, അപ്പം ഓസ്റ്റാൽ, ASC പ്രൈവറ്റ് ലിമിറ്റഡ്, നവാൻറ്റിയ ഓസ്ട്രേലിയ, ഇവർ ഷിപ്സ് ബിൽഡ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ സബ്മറൈൻസും ഓഫ് ഷോർ മെഷീനറിയും ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഓപ്പണിങ്സ് ഉണ്ട്. പിന്നെ റിസർച്ച് ആൻഡ് അക്കാഡമിയ ലൈനിൽ നമ്മൾ CSIROയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം യൂണിവേഴ്സിറ്റീസ് ലൈക്ക് മൊണാഷ്, UNSW, ANUയിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് റിസർച്ചിനും മെറ്റീരിയൽ റിസർച്ച് ചെയ്യാനും ഒക്കെ. നമ്മൾ ANUയിലെ പ്രൊഫസറിൻ്റെ കഥയൊക്കെ കേട്ടല്ലോ അല്ലേ. അപ്പോൾ ക്ലീൻ എനർജി, ബയോമെക്കാനിക്സ്, ഇതെല്ലാം ആണ് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്. അടുത്തത് നമ്പർ 2 പൊസിഷനിലുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിനെ പറ്റി പറയാം. മോസ്റ്റ് ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആൻഡ് ഹൈ ഡിമാൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഇൻ ഓസ്ട്രേലിയയാണ് നമ്മുടെ സ്വന്തം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. PR പാത്വേസ് നോക്കുവാണെങ്കിൽ 23331 എന്ന് പറഞ്ഞ ആൻസ്കോ കോഡിലേക്കാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ലീഡ് ചെയ്യുന്നത്. ആവറേജ് സാലറി 123,000 ആണ് മെന്നിന്, ഫീമെയിലിന് 104,000. ഇത് MLT SSL ലിസ്റ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ 189, 190, 491 ലിസ്റ്റിലെല്ലാം നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റും. 85 to 90 പോയിൻറ്റ്സ് ആണ് 189-ൽ വേണ്ടി വരുന്നത്. 190, 491 ഒക്കെയാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടുന്നത്. PR സാധ്യതകൾ വർദ്ധിപ്പിക്കാനായിട്ട് ഇംഗ്ലീഷ് സ്കോർ നന്നായിട്ട് വേണം. അതുപോലെ NAT എടുക്കുന്നതും PY എടുക്കുന്നതും പ്രൊഫഷണൽ ഇയർ എടുക്കുന്നതും റീജിയണൽ ഏരിയ പഠിക്കുന്നതുമൊക്കെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. കാരണം എന്താണ്? കോമ്പറ്റീഷൻ കൂടുതലാണ്, കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ജോബ് ഡിമാൻഡും അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ PR-ന് വേണ്ടി നമ്മളൊരു സ്മാർട്ട് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യണമെന്ന് മാത്രം. പവർ ജനറേഷൻ, റിന്യൂവബിൾ എനർജി, ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റം, കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് സർവീസസ്, ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് എംബഡഡ് സിസ്റ്റംസ്, ഇതൊക്കെയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സ്പെഷ്യലൈസേഷൻസ്. 5000-ലധികം ജോബ് ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം. സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ, അഡിലെയ്ഡ്, ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ സീക്കിൽ നോക്കുമ്പോൾ കാണുന്നത്. റിന്യൂവബിൾ എനർജി, ഓയിൽ ആൻഡ് ഗ്യാസ്, ഈ മേഖലകളിലൊക്കെയും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്. ടോപ്പ് സ്പെഷ്യലൈസേഷൻസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പവർ സിസ്റ്റംസ്, ഡിസൈനിങ് ആൻഡ് മാനേജിങ് പവർ ഗ്രിഡ്, സബ്സ്റ്റേഷൻ, സ്മാർട്ട് ഗ്രിഡ്സ്. റിന്യൂവബിൾ എനർജി, സോളാർ, വിൻഡ്, ബാറ്ററി സിസ്റ്റം, ഇതൊക്കെ. കൺട്രോൾ സിസ്റ്റം, ഓട്ടോമേഷൻ, റോബോട്ടിക്, PLC, SCADA സിസ്റ്റം, ഇതൊക്കെ. ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടർ ഡിസൈൻ, സർക്യൂട്ട് ബോർഡ്, എംബഡഡ് സിസ്റ്റം. ടെലികമ്മ്യൂണിക്കേഷനിലാണെങ്കിലോ വയർലെസ് സിസ്റ്റം, 5G, ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്കിംഗ്. ഇൻസ്ട്രുമെൻറ്റേഷനിൽ പ്രിസിഷൻ സെൻസേഴ്സ്, പ്രോസസ് കൺട്രോൾ, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഇതൊക്കെ. ബയോമെഡിക്കലിൽ ECG മെഷീൻ്റെയും പേസ് മേക്കറിൻ്റെയും മെഡിക്കൽ ഇമേജിങ്ങിൻ്റെയും ചെവി കേൾക്കാനുള്ള ഡിവൈസിൻ്റെയും ഒക്കെ മാനുഫാക്ചറിങ്ങും അതിനോടനുബന്ധിച്ച് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആണ്. പിന്നെ ലാസ്റ്റത്തേത് നമുക്കറിയാം ടെസ്ല പോലെയുള്ള BYD പോലെയുള്ള മെഷീൻസിന് വേണ്ടി. പിന്നെ
ഇനി ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എനർജി ആൻഡ് പവറിൽ ഏറ്റവും കൂടുതൽ ജോബ് ഹയറിംഗ് നടക്കുന്ന ഓസ്ഗ്രിഡും ട്രാൻസ്ഗ്രിഡും, AGL എനർജി, ഒറിജിൻ എനർജി, സ്നോവി ഹൈഡ്രോ ഈ കമ്പനീസിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ഗ്രാഡ് ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണം പഠിച്ചതിന് ശേഷം. ഇനി റിന്യൂവബിൾ ആൻഡ് ക്ലീൻ ടെക്കിൽ ടെസ്ല എനർജി, വെസ്റ്റാസ്, സൺഗ്രോ ഇവരൊക്കെയാണ് ഏറ്റവും ഫേമസ് ആയിട്ട് ജോബ് ഏറ്റവും കൂടുതൽ ഓഫർ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സിന്. എൻഫേസ് എനർജി, നിയോയൻ ഇങ്ങനെയുള്ള കമ്പനീസിലും ജോബ് പോസ്റ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ഞാൻ പറയുന്ന പേരുകളൊക്കെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ജോബ് സെർച്ചിന് വേണ്ടി ഈ സൈറ്റുകളിൽ കയറി നോക്കേണ്ടതാണ്. കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ WSP ഗ്ലോബൽ, GHD ഗ്ലോബൽ, എയ്കോം, അരൂപ്, ലെയ്നിങ് ഓറൂക്ക് ഇങ്ങനെയുള്ള കമ്പനീസിൽ ജോബ് പോസ്റ്റിങ്സ് വരാറുണ്ട്. ഇഷ്ടംപോലെ സീക്കിൽ കാണാറുള്ള പേരുകളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലാണെങ്കിൽ ടെൽസ്ട്ര ഇസ് ദ ബിഗ്ഗസ്റ്റ് വൺ, ഒപ്റ്റസ്, NBN Co, എറിക്സൺ ഓസ്ട്രേലിയ ഇവരാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സിനെ എല്ലായിടത്തും ആവശ്യമാണ് കേട്ടോ. കാരണം ഈ പല പല മേഖലകളിലാണ് ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സിനെ ജോലിക്ക് ആവശ്യം. ഓട്ടോമേഷൻ ആൻഡ് ഇലക്ട്രോണിക്സിലും ഉണ്ട്. സീമെൻസ്, ABB, ബോഷ്, ഹണിവെൽ ഇങ്ങനത്തെ പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സിനെ ആവശ്യമാണ്. അതുപോലെ ഷ്നൈഡർ ഇലക്ട്രിക് ഞാൻ പറയാൻ വിട്ടുപോയ പേരാണ്. ഇപ്പോൾ ടോപ്പ് കമ്പനീസ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പറയുന്നവർക്കൊക്കെ അറിയാം. ഇതെല്ലാം ഓസ്ട്രേലിയയിലുണ്ട്. ഇവിടെ എല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ ബ്രാൻഡുകളെല്ലാം ഇവിടെയുണ്ട്. ബയോമെഡിക്കൽ ആൻഡ് ഡിവൈസസ്, കോഷ്ലിയർ, റെസ്മെഡ്, ഫിലിപ്സ് ഹെൽത്ത് കെയർ ഇവരാണ് ടോപ്പ് 3 ജോബ് പ്രൊവൈഡേഴ്സ്. സീക്കിൽ നോക്കിയാലും നിങ്ങൾ വെബ്സൈറ്റ്സിൽ നോക്കിയാലും. അപ്പോൾ ഈ പറഞ്ഞ പേരുകളിലൊക്കെ നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുക. ആഫ്റ്റർ യുവർ സ്റ്റഡീസ് ഗ്രാഡ് പൊസിഷൻസ് അവിടെയൊക്കെ ഓപ്പൺ ആണ്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുക. പീപ്പിൾ വിൽ സേ ഡിഫറെൻറ്റ് തിങ്സ്. PR ഉള്ളവർക്ക് ജോലി കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. ജോബിന് അപ്ലൈ ചെയ്തിട്ട് സെലക്ട് ആവുന്നില്ലെങ്കിൽ ദർ ഷുഡ് ബി എ റീസൺ ടു ടെൽ അല്ലേ. അധികം വിഷമിപ്പിക്കാതെ പറയാൻ പറ്റുന്ന റീസൺ ആ PR ഉള്ളവരുണ്ടായിരുന്നു. ബട്ട് ഇഫ് യു ആർ ടാലൻറ്റഡ് ഇനഫ് ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ടു പ്രൊവൈഡ്. കാരണം എന്താണ് ഗ്രാജുവേറ്റ്സിൻ്റെ പ്രത്യേകത? സാലറി കുറച്ച് കൊടുത്താൽ മതി. നമ്മുടെ ഗ്രാജുവേറ്റ്സിനൊക്കെ നല്ല ബുദ്ധിയും കഴിവും ചിലപ്പോൾ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്കായിരിക്കും. എന്നാൽ ലിമിറ്റഡ് സാലറിയിൽ കൊടുക്കാം. ദാറ്റ് ഈസ് ദ കമ്പനീസ് അഡ്വാൻറ്റേജ്. അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ 2 കൊല്ലം 3 കൊല്ലം PR ആവുന്നവരെ എന്തായാലും ഒരു ജമ്പിനെ പറ്റി ചിന്തിക്കത്തുമില്ല. നിങ്ങൾ ജോബിന് വേണ്ടി നോക്കുക. അപ്പോൾ ജോബ് ഇല്ല എന്ന് പറയുന്നതല്ല ശരി. നിങ്ങൾ സീക്ക് തുറന്ന് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണാം. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ടാണ് പലർക്കും ജോബ് ലഭിക്കാത്തത്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് QS റാങ്ക് 500 താഴെയുള്ളിടത്ത് പഠിക്കുക. അവരാണ് പാഷനേറ്റായിട്ട് പഠിക്കുക. അല്ലെങ്കിൽ ഇന്ത്യയിൽ പഠിക്കാമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ തട്ടിക്കൂട്ടി പഠിക്കാനായിട്ട് എഞ്ചിനീയറിങ്ങിനും ITക്കും പഠിക്കാൻ വരരുത്. സ്മാർട്ടായിട്ട് ചോയ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും ജോബും കിട്ടും, കിടിലും സാലറിയും കിട്ടും. അപ്പോൾ കൺസൾട്ടേഷൻ ആരെ സമീപിക്കണമെന്ന് അറിയാലോ. എൻക്വയറി ഫോം ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫിൽ ചെയ്താൽ മാത്രം മതി. നൗ ലിസ്റ്റിലെ നമ്പർ 1 സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിങ്ങിലാണ് ഏറ്റവും ചാൻസ്. ഞാൻ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറുള്ളത് ഏത് എഞ്ചിനീയറിംഗ് എടുക്കണം, എഞ്ചിനീയറിംഗ് മതി എന്ന് വിചാരിക്കുന്നവർക്ക് ഏതെടുക്കണമെന്ന് പറയുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ്, ഏതെടുക്കാനും റെഡി ആയിട്ട് വരുന്നവർ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കണം. കാരണം ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഫാസ്റ്റ്ലി ഗ്രൂവിങ് ഇൻഡസ്ട്രിയാണ്. പഠിക്കുന്ന ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ തന്നെ ജോലിയില്ലാത്ത ആരെയും ഞാൻ കാണാറില്ല. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ഈസ് ദ മോസ്റ്റ് പ്രോമിസിങ് ഫീൽഡ് ഓഫ് എഞ്ചിനീയറിംഗ് ഇൻ ഓസ്ട്രേലിയ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ടേക്കിംഗ് നമ്പർ 1 പൊസിഷൻ. 233-211 എന്ന് പറയുന്ന ആൻസ്കോ കോഡിലേക്കാണ് സിവിൽ എഞ്ചിനീയേഴ്സ് മാപ്പ് ആവപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് MLT SSL ലിസ്റ്റിലുണ്ട്. ദാറ്റ് മീൻസ് 189, 190, 491 എല്ലാത്തിനും എലിജിബിൾ ആണ്. PR കിട്ടും, എന്നാലും കോമ്പറ്റീറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്മാർട്ടായിട്ടുള്ള സ്ട്രാറ്റജി വേണം. ഒരു 85-90 പോയിൻറ്റ്സ് ഉള്ളവർക്കാണ് 189 ഇൻവിറ്റേഷൻ കിട്ടുന്നത്. 190, 491 സ്റ്റേറ്റ് നോമിനേഷൻസ് ആണ് കൂടുതൽ എളുപ്പത്തിൽ കിട്ടുന്നത്. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇംഗ്ലീഷിന് ഏറ്റവും ഹയസ്റ്റ് സ്കോർ PTക്ക് സ്കോർ ചെയ്യുക. അതുപോലെ നാറ്റി ആൻഡ് പ്രൊഫഷണൽ ഇയർ പ്രോഗ്രാം, റീജിയണൽ ഏരിയയിൽ പഠിക്കുക. ഇതൊക്കെ തന്നെയാണ് സിവിൽ എഞ്ചിനീയറിങ്ങിനെയും നമ്മുടെ PR ചാൻസസ് ബൂസ്റ്റ് ചെയ്യാനുള്ള ടിപ്സ്. ജോബ് മാർക്കറ്റിനെ പറ്റി പറയുമ്പോൾ ഹൈ ഡിമാൻഡാണ്. ഓസ്ട്രേലിയയുടെ ഗ്രോയിങ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പോൾ 6000-ലധികം സിവിൽ ജോബ് ആഡ്സ് ആണ് ഞാൻ കഴിഞ്ഞ മാസം കണ്ടത്. റോഡ്സ്, ഹൈവേസ്, ബ്രിഡ്ജ്, ടണൽസ്, റെയിൽ ആൻഡ് മെട്രോ പ്രൊജക്ട്സ്, അർബൻ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ പല മേഖലകളിലാണ് സിവിൽ എഞ്ചിനീയേഴ്സിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. പിന്നെ അതുപോലെ നമുക്ക് എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ട് വാട്ടർ സപ്ലൈ, ട്രീറ്റ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ പ്രൊജക്ട്സ് ഇതൊക്കെ വേണമെങ്കിലും സിവിലിൻ്റെ കുടക്കീഴിൽ തന്നെ വരുന്ന സ്പെഷ്യലൈസേഷൻ. അപ്പോൾ സിവിലിൽ നിന്ന് അങ്ങനെ അങ്ങോട്ടും ഡൈവേർട്ടായി പോകാൻ പറ്റും. ടോപ്പ് ജോബ് സിറ്റീസ് ഉള്ളത് മെൽബൺ, സിഡ്നി, ബ്രിസ്ബെയിൻ, പെർത്ത് ഇവിടേക്കാണ്. ആവറേജ് സാലറി ഫോർ എ സിവിൽ എഞ്ചിനീയർ 110,000 തൊട്ട് 130,000 വരെയാണ്. സീനിയറും സൈറ്റ് മാനേജറും പ്രോജക്റ്റ് എഞ്ചിനീയറും ഒക്കെ ആകുമ്പോൾ 160+ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മെട്രോ പ്രൊജക്ട്സ്, മൈനിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെയൊക്കെയാണ് ജോബിന് ഏറ്റവും സാലറി കിട്ടുന്ന മേഖലകളാണ്.
ടോപ്പ് സ്പെഷ്യലൈസേഷൻസ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ഡിസൈനിങ് ബിൽഡിങ്സ്, ബോർഡ്സ്, ബ്രിഡ്ജസ്, ടവേഴ്സ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, സോയിൽ, റോക്ക്, ഫൗണ്ടേഷൻ അനാലിസിസ്, സേഫ് സ്ട്രക്ചറൽ സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കുന്നത്. തേർഡ് വൺ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, ഡാംസ്, വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, ബിൽഡിംഗ്, ഹൈവേസ്, റെയിൽസ് ആൻഡ് എയർപോർട്ട്സ്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, പൊല്യൂഷൻ കൺട്രോൾ, സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചർ, വേസ്റ്റ് മാനേജ്മെൻറ്റ്. Construction and project management, overseeing large-scale construction sites, budgeting, timelines, etc. Coastal and marine engineering, harbors, ports and sea defenses. ഇനി ടോപ്പ് കമ്പനീസ് ഹയറിംഗ് സിവിൽ എഞ്ചിനീയേഴ്സ് ഏതാണെന്ന് പെട്ടെന്ന് നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ ലേയിങ് ഓർ റോക്ക്, ലാൻഡ് ലീസ്, ജോൺ ഹോളൻഡ് ഗ്രൂപ്പ്. ജോൺ ഹോളൻഡ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനെ ഞാനൊരു പോഡ്കാസ്റ്റിൽ കൊണ്ടുവരാം. CBF കോൺട്രാക്ടേഴ്സ്, ഫുൾട്ടൺ ഹോഗൻ. ഇതൊക്കെയാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന സിവിൽ എഞ്ചിനീയറിംഗ് കമ്പനീസ്. റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടിൽ മെട്രോ ട്രെയിൻസ്, മെൽബൺ, സിഡ്നി മെട്രോ, ട്രാൻസ് അർബൻ, ഡൗണർ ഗ്രൂപ്പ്, ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് സിവിൽ എഞ്ചിനീയേഴ്സിന് തരുന്നത്. ഈ വാട്ടർ ആൻഡ് എൻവയോൺമെൻറ്റിൽ വാട്ടർ NSW, ഓരോ സ്റ്റേറ്റിലും ഓരോ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അല്ലേ, അവിടെ എല്ലാം തന്നെ ജോബുണ്ട്. പിന്നെ GHD ഗ്രൂപ്പ്, SMEC, SMEEC, ജേക്കബ്സ് ഗ്രൂപ്പ്, ഇവിടെയൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. AECOM. ഇനി അർബൻ ഡെവലപ്മെൻറ്റിലെ ഏറ്റവും ഫേമസ് നെയിമാണ് മിർവാക് ഗ്രൂപ്പ്, ഫോളോഡ് ബൈ സ്റ്റോക്ക്ലൻഡ്, ഫ്രേസേഴ്സ് പ്രോപ്പർട്ടി ഗ്രൂപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി ഗ്രൂപ്പ്സിൽ സിവിൽ എഞ്ചിനീയേഴ്സിനെ ആവശ്യമാണ്. BMD ഗ്രൂപ്പ്. പിന്നെ മൈനിങ് ആൻഡ് റീജിയണൽ പ്രോജക്ട്സിന് ഞാൻ എപ്പോഴും പറയുന്ന പേര് റിയോ ടിൻഡോ BHP. അപ്പോൾ ഇവിടെ രണ്ടും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് എന്തായാലും നോക്കണം. ഫോർട്ടസ്ക്യൂ മെറ്റൽസ് ഗ്രൂപ്പ്, പിന്നെ മൊണാഡെൽഫസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് കമ്പനീസ് ഉണ്ട്. ഇനി ഒരു സിവിൽ എഞ്ചിനീയർ എൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞോട്ടെ. അപർണ അക്കനപ്പള്ളി, ഹൈദരാബാദിൽ നിന്നുള്ള മാസ്റ്റേഴ്സ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് UNSW പഠിച്ച കുട്ടിയുടെ കഥ. ടോപ്പ് ഗ്രേഡ്സോടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് വന്ന് പഠിച്ചു. എല്ലാ സ്റ്റുഡൻറ്റിനെ പോലെ ഫസ്റ്റ് ജോബ് കിട്ടാനായിട്ട് നല്ലപോലെ ചലഞ്ച് ചെയ്തു. 50ലധികം കമ്പനികൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. റിജക്റ്റഡ്, ഗോസ്റ്റഡ് ആൻഡ് വൺസ് ഈവൻ ടോൾഡ് നോളജ് ഉണ്ട് പക്ഷേ ലോക്കൽ എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെ പുള്ളിക്കാരിയുടെ ഒരു സ്റ്റോറിൽ പുള്ളി ജോലി കിട്ടാൻ സ്ട്രഗിൾ ചെയ്തു. പിന്നെ വോളണ്ടിയർ ചെയ്തു, എഞ്ചിനീയേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, വർക്കിംഗ് പാർട്ട് ടൈം ആസ് എ ട്യൂട്ടർ. പിന്നെ ഗ്രാജുവേറ്റ് പ്രോഗ്രാം AECOMൽ കടന്നുകൂടി. ഈ നെറ്റ്വർക്കിംഗ് പ്രോഗ്രാമിലൂടെയാണ് കിട്ടിയത്. അപ്പോൾ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എഞ്ചിനീയറിംഗ് ഫേംസ് ആണ്. ഇപ്പോൾ ഒരു സീനിയർ സ്ട്രക്ചർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ദർ ആർ നോട്ട് ഷോർട്ട് കട്ട്സ്, ലേൺ ദ സിസ്റ്റം, ബി ഹംബിൾ, ബിൽഡ് നെറ്റ്വർക്ക്സ് ആൻഡ് സേ യെസ് ടു എവറി ലേണിംഗ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാണ്. ദർ ഇസ് പ്ലെൻറ്റി ഓഫ് വർക്ക്, ഗുഡ് പേ ആൻഡ് ഗ്രോത്ത്. PR നീഡ്സിന് സ്ട്രാറ്റജി വേണം, ലോക്കൽ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യണം. ഓസ്ട്രേലിയ ഈസ് ബിൽഡിംഗ് ഇറ്റ്സ് ഫ്യൂച്ചർ ആൻഡ് സിവിൽ എഞ്ചിനീയേഴ്സ് വിൽ ബി അറ്റ് ദ ഹാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് കണ്ടൻ്റ് ആയിരുന്നു സിവിൽ എഞ്ചിനീയേഴ്സിനെ പറ്റിയും നമ്മളെല്ലാ എഞ്ചിനീയേഴ്സിനെ പറ്റിയും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, സ്മാർട്ടായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യവും പാഷനും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇന്ത്യനേക്കാളും ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഓസ്ട്രേലിയയിൽ തന്നെയാണ്. നന്നായിട്ട് വന്ന് പഠിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും. ഇനി നമുക്കൊരു ഓവറോൾ സമ്മറിയും കൂടെ നോക്കി ഈ വീഡിയോ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓവറോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡും വളർന്നുകൊണ്ടിരിക്കുന്ന, ഏറ്റവും ഫാസ്റ്റായിട്ട് വളരുന്ന, കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി കുറവുള്ള എഞ്ചിനീയറിംഗ് ഫീൽഡ് റിന്യൂവബിൾ എനർജി, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്. ഈ മൂന്നുമാണ് എൻ്റെ ടോപ്പ് 3 ചോയ്സസ്. അപ്പോൾ ഇതിലാണെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും വെൻ കമ്പയർഡ് ടു അതേഴ്സ്. ഇതൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വൈസായിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും. പിന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നോക്കി തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. ഇനി ഡിമാൻഡ് വൈസ് നമുക്ക് ഒരു സിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ പെർത്തിൽ മൈനിങ്ങിന് നല്ലപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മെൽബണിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, എൻവയോൺമെൻറ്റൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നു. സിഡ്നിയിൽ സിവിൽ ഇലക്ട്രിക്കലിന് നല്ലപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബ്രിസ്ബെയിനിൽ സിവിൽ, എൻവയോൺമെൻറ്റൽ, റിന്യൂവബിൾ എനർജിക്ക് നല്ല റൈസിങ് റോൾസ് ഉണ്ട്. അഡിലേഡിൽ ഡിഫൻസ് ടെക്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ബേസ് ചെയ്ത് അവിടെയാണ് നമ്മൾ കൂടുതൽ ജോബ്സ് കണ്ടത്. ഫൈനൽ റെക്കമെൻഡേഷൻ മൈനിങ് ആണ്. ഫാസ്റ്റ് ട്രാക്ക് ടു മണി, PR കിട്ടും. ഹാഷ് കണ്ടീഷൻസ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ. സിവിൽ സേഫാണ്, നല്ല PR ഓപ്ഷനുമാണ്. മെക്കാനിക്കൽ ബിഗ് മാർക്കറ്റ്, PR ബോട്ടിലിനെ കൊണ്ട്, അതുകൊണ്ട് പ്രിപ്പയർ ഏർലി. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഫ്യൂച്ചർ പ്രൂഫ്, ബട്ട് ഒത്തിരി ആൾക്കാരുണ്ട് ആ മേഖലയിൽ പഠിക്കാനായിട്ട്. എൻവയോൺമെൻറ്റൽ സ്മാർട്ട് ബെറ്റ് ഫോർ PR, എസ്പെഷ്യലി ഫോർ ഫ്യൂച്ചർ എഞ്ചിനീയേഴ്സ്. ഇനി ആവറേജ് സാലറി ഡിസ്ട്രിബ്യൂഷൻ എമോങ് എഞ്ചിനീയറിംഗ് ഫീൽഡ്സ് നമുക്കൊന്ന് ഒരു ബാർ ഗ്രാഫ് നോക്കാം. നമുക്ക് ഈ ഗ്രാഫിൽ കാണാം ആവറേജ് സാലറി ഏറ്റവും കൂടി നിൽക്കുന്നത് മൈനിങ് എഞ്ചിനീയേഴ്സിനാണ്, ഫോളോഡ് ബൈ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്. അത് കഴിഞ്ഞ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയേഴ്സും സിവിൽ എഞ്ചിനീയേഴ്സ് അതിനേക്കാളും തൊട്ട് മേളിലുമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി ജോബ് വേക്കൻസിയുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നത് മെക്കാനിക്കലിലാണ്, നിയർലി 40%, ഇലക്ട്രിക്കലിൽ 30%, സിവിലിൽ 24%, എൻവയോൺമെൻറ്റൽ മൈനിങ് ഇങ്ങനെ
1.8 മൈനിങ്ങിന് 3.1. അപ്പോൾ ഇത് കറണ്ട് ഡേറ്റ നമ്മൾ നോക്കിയിട്ട് എടുത്തതാണ്. ഇത് മാറിക്കൊണ്ടിരിക്കും. സിവിൽ എഞ്ചിനീയറിങ്ങിന് ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും വരുന്നുണ്ട്. നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് സിവിലിൽ എക്സ്പാൻഡായി വരുന്നുണ്ട്. അപ്പോൾ മേ ബി പല ജോബ് ഓപ്പർച്യൂണിറ്റീസും സീക്കിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അവർക്ക് ആളെ കിട്ടുന്നത് കൊണ്ടായിരിക്കാം. സ്റ്റിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഈസ് മൈ ഫസ്റ്റ് ചോയ്സ്, നോട്ട് ബേസ്ഡ് ഓൺ ദ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ദ ഫ്യൂച്ചർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആസ് വെൽ. So that's all for today's video. This is Jasmine signing out from Hola World YouTube channel. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരു ക്വിസ് തയ്യാറാക്കുന്നു +2 കഴിഞ്ഞുള്ള കുട്ടികൾക്ക്. എഞ്ചിനീയറിംഗിൽ നിങ്ങളുടെ അഭിരുചി മനസ്സിലാക്കാൻ സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഒരു 6 ക്വസ്റ്റ്യൻ ഒരു ഗൂഗിൾ ഫോമിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ വഴി നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഏത് എഞ്ചിനീയറിംഗിലാണ് കൂടുതൽ താല്പര്യത എന്നുള്ളത്. അത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ്.